ഹൈ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ഡിമോണ്ടി കോളനി 2 കണ്ടിരിക്കുകയാണ്. വധം എന്ന് പറഞ്ഞാൽ അമ്മാതിരി വധം പടമാണ്. വധത്തെ കൊല്ലുന്ന വേറൊരു വധം. ഇന്ത്യൻ 2ൻ്റെ ഒരു ആണ് തൊട്ട് മുമ്പ് നിൽക്കുന്ന ഒരു വേരിയൻ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അത്ര രസമായിരുന്നു കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. പിന്നെ അങ്ങോട്ട് എനിക്ക് മനസ്സിലായി ഇത് എവിടെ കയറി പോകുന്നുള്ള കാര്യം. പിന്നെ സഹിച്ചങ്ങ് കണ്ടെന്നേ ഉള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതാണ് പടം. പടം ഡയറക്റ്റഡ് ബൈ ആർ അജയ് ഗണമുത്ത്. നമ്മുടെ കോബ്ര അതും വേറെ ലെവൽ ഫ്ലോപ്പ് സാധനമായിരുന്നു. അതിനുശേഷം വീണ്ടും ഡിമോണ്ടി കോളനി ഫസ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. അത് കണ്ടിട്ട് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഈ പറയുന്നത് എന്ത് പ്രശ്നം എന്താണെന്നുള്ള കാര്യം. ആ ഫസ്റ്റ് എടുത്ത് വച്ചേക്കണം. അതിൻ്റെ ഫസ്റ്റ് ഓഫ് അതിൻ്റെ സ്റ്റോറി സെറ്റ് സാധനമായിരുന്നു. ആ സ്ക്രിപ്റ്റും ഇതൊക്കെ അങ്ങ് മാറി മറിഞ്ഞു കളഞ്ഞു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഭയങ്കര ഡിസപ്പോയിൻ്റ് ആയിരുന്നു. അത്ര വെറുപ്പീര് സത്യം പറഞ്ഞ വെറുപ്പീരിൻ്റെ അങ്ങ് ആറ്റം ഹൊറൊക്കെ അങ്ങ് പറയുന്നില്ല ഞാൻ. അങ്ങും മെഴുകിയിട്ടിരിക്കുകയാണ്. അത്ര ഷോക്ക് തോന്നി. പിന്നെ സ്റ്റാർട്ടിങ് അരുൾനിധി പെർഫോമൻസൊക്കെ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. അങ്ങ് ഒരു മുക്ക് ആക്ടിങ് ആയിരുന്നു. മുക്കി അഭിനയിക്കുന്നത് അങ്ങനെ എനിക്ക് ഫീൽ ചെയ്ത്. പിന്നെ പ്രിയ ഭവാനി ഓ പെർഫോമൻസിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കുറേ കരച്ചിലും പിഴിച്ചിലും അങ്ങനെയൊക്കെ അങ്ങ് മുക്കി അങ്ങ് പോയെന്ന് പറയാം. പിന്നെ ബിഗ് ബോസിലെ അർച്ചനയുണ്ട് കേട്ടോ, തമിഴ് ബിഗ് ബോസിലെ പുള്ളിക്കാരി. അവിടെ ഇവിടെ തൊട്ട് അഭിനയിച്ചെന്നൊക്കെ പറയാൻ പറ്റും. പിന്നെ മ്യൂസിക് മ്യൂസിക്കിലും എനിക്ക് വലിയ ഗുണം തോന്നിയില്ല സത്യം പറഞ്ഞ. പടത്തിൽ അങ്ങ് മെഴുകി ഇട്ടിരിക്കുന്ന ഒരു സത്യം പറഞ്ഞ് എനിക്ക് തോന്നി. അത്ര ഒരു വിട്ടങ്ങിട്ട ഒരു പടം തന്നെയാണ് ഡിമോണ്ടി കോളനി സെക്കൻഡ്. പിന്നെ നമ്മൾ ഇന്ത്യൻ 2 കണ്ടില്ല ആ ട്രെയിലറിന് ഒരു സ്കോപ്പ് ഉണ്ടെന്ന് പോലെ. അതേപോലെ ഇതിൻ്റെ തേർഡ് പാർട്ട് വരുന്നുണ്ട്. അതിലൊരു സ്കോപ്പ് ഉണ്ടെന്ന് എൻ്റെ വിശ്വാസം. കാരണം ആ തേർഡ് പാർട്ട് കാണിക്കുന്ന മീൻസ് അടുത്തയിലേക്ക് പോകുന്ന ഒരു സീൻസ് ഉണ്ട്. അതായത് ആ ബുക്ക് എങ്ങനെ ഉണ്ടായി, അത് ആര് കൊണ്ട്, അതിൽ നിന്നൊക്കെ ആ ഒരു സംഭവം തൊട്ട് ഭയങ്കര രസമാണ്. അത് അവസാനത്തൊന്നുമില്ല. അവസാനത്ത് ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് ആ സംഭവം ഉള്ളൂ അവസാനം. അതും തേർഡ് പാർട്ടിലേക്ക് പോകുന്ന സംഭവം അത് നൈസായിരുന്നു കേട്ടോ. അപ്പോൾ തേർഡ് പാർട്ട് മിക്കവാറും കൊള്ളാമായിരിക്കും എന്ന് വിശ്വാസം. സെക്കൻഡ് പാർട്ട് അങ്ങ് പിന്നെ പറയണ്ട, അങ്ങ് മെഴുകിയിട്ടിട്ടുണ്ട്. അത്ര ശോകമായിരുന്നു. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. പടം കണ്ടവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഡിമോണ്ടി കോളനി ഫസ്റ്റ് കണ്ടവരായിരിക്കണം കമൻറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അല്ലാതെ ഞാൻ ചുമ്മാ വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ടെന്നുള്ള പറയുന്നതല്ല. ഞാൻ കണ്ട ഒരാളാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയുന്നതാണ്. ഞാൻ ഇതാണെന്നുള്ളത് സ്ഥാപിക്കുന്നില്ല. ഓക്കെ, അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് ആലോചിക്കുക. സൈൻ ഓഫ് ഫ്രം KC എല്ലാം ആവട്ടെ. ബൈ.